നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണത്. W equal to I plus J minus 2K U and V be two vectors such that U cross V is W, V cross W is U. Let alpha, beta, gamma, T be real numbers such that കുറേ കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ തന്നിരിക്കുന്ന U cross V W ആണ്. ആ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. അതേപോലെ തന്നെ V cross W എന്താണ്, U ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ W ഉള്ളിടത്ത് ഈ സാധനം കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണല്ലോ മനസ്സിലേക്ക് ആദ്യം വരുന്നുണ്ടാവുക. അപ്പോൾ V ക്രോസ് U ക്രോസ് V ഇസ് ഈക്വൽ ടു U എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോണത് എന്താ വെച്ചാൽ മോഡ് V സ്ക്വയർ U മൈനസ് V ഡോട്ട് U ടൈംസ് V ഇസ് ഈക്വൽ ടു U എന്ന് കിട്ടും. ഓക്കെ, അതവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി രസകരമായ കാര്യം എന്താ വെച്ചാൽ U ക്രോസ് V W ആണ്, V ക്രോസ് W U ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ U ഇസ് പെർപെൻഡിക്കുലർ ടു W, V ഇസ് പെർപെൻഡിക്കുലർ ടു W, V ഇസ് പെർപെൻഡിക്കുലർ ടു U, അതുപോലെ W ഇസ് പെർപെൻഡിക്കുലർ ടു U എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് വിറ്റിങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ U ഡോട്ട് V 0 ആണ്, V ഡോട്ട് W 0 ആണ്, W ഡോട്ട് U ഇതെന്താണ്, ഇതൊക്കെ സീറോസ് ആണ്. അപ്പം ഇവിടെ ഈ സാധനം 0 ആയിപ്പോയി. ഓക്കെ, ആൻഡ് അപ്പോൾ ഇവിടെ മോഡ് V സ്ക്വയർ U ഇസ് ഈക്വൽ ടു U എന്ന് കിട്ടും. അതിന് നേരെ മോഡ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. മോഡ് V സ്ക്വയർ 1 ആണെന്നുള്ളത് അവരൊരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. മോഡ് V സ്ക്വയർ അത് പെട്ടെന്ന് കിട്ടി, ഒരു പ്രശ്നമില്ല, അത് ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടി. ഓക്കെ, ഇനി വേറെ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ W എന്ന് പറഞ്ഞ സാധനം I പ്ലസ് ജെ മൈനസ് 2K ആണ്, U എന്ന് പറയുന്നത് ആൽഫ I പ്ലസ് ബീറ്റ ജെ പ്ലസ് ഗാമ K ആണ്. അപ്പോൾ ഇതിന് വേറെ കാര്യം കൂടി നമുക്കറിയാം. മോഡ് V സ്ക്വയർ നമുക്കറിയാം, മോഡ് W സ്ക്വയർ നമുക്കറിയാമല്ലോ. മോഡ് W സ്ക്വയർ എന്താണ്, 6 ആണ്. മോഡ് W സ്ക്വയർ 6 ആണ്, കാരണം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇനി ഇതെല്ലാം പെയർ വൈസ് പെർപെൻഡിക്കുലർ സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് മോഡ് W സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, മോഡ് U സ്ക്വയർ മോഡ് W സ്ക്വയർ V സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഇത് നോക്കിക്കേ, ഇത് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ് ഇതൊക്കെ. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 6 ഇസ് ഈക്വൽ ടു മോഡ് U സ്ക്വയർ. മോഡ് U സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇൻറ്റു മോഡ് V സ്ക്വയർ 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മോഡ് U സ്ക്വയർ എന്താണെന്ന് കിട്ടി, 1 ആണ്, 6 ആണ് കിട്ടി മോഡ് U സ്ക്വയർ. ആൻഡ് മോഡ് U സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ 6 എന്ന് കിട്ടി. നമ്മളിപ്പോൾ ആ ജസ്റ്റ് വെക്ടറിൻ്റെ ഭാഗം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ആ വെക്ടറിൻ്റെ ഭാഗം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ഇനി പുറമെ ഒരു ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇനി ആ ഇക്വേഷൻസിലേക്ക് പോകാം നമുക്ക്. ഇനി ആ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഇക്വേഷൻസ് തന്നിരിക്കുന്നത് മൈനസ് ടി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 0. ആൻഡ് ബൈ ദ വേ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, W ഡോട്ട് U 0 ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് എഴുതി വെക്കാം, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ഗാമ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ഗാമ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി വെക്കാം. അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ എന്താണ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തതാ. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തതാ. അത് നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഇനി ഇതിലേക്ക് വരൂ. മൈനസ് ടി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 ആണ്. അതുപോലെ ആൽഫ മൈനസ് ടി ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ടി ഗാമ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് മാട്രിക്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം ജസ്റ്റ് ഒരു ഒബ്സർവേഷനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ബീറ്റ പ്ലസ് ഗാമ ടി ആൽഫയും ആൽഫ പ്ലസ് ഗാമ ടി ബീറ്റയും അതുപോലെ ആൽഫ പ്ലസ് ബീറ്റ ടി ഗാമയാണല്ലോ. ഇത് 3 ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് കിട്ടും. ഇവിടെ ടി ഇസ് ഈക്വൽ ടു എന്ന് ഡയറക്റ്റ്ലി എഴുതരുത്. ഇവിടെ 2 കേസാണ് നമുക്ക് കിട്ടാൻ പോണത്. എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 2 ആവാം. ഇങ്ങനെ 2 കേസാണ് നമുക്ക് കിട്ടിയത്. ഇനി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 ആണ്. അതിന് പുറമെ നമുക്ക് എന്ത് കണ്ടീഷൻസ് ഉണ്ട്, ഈ കണ്ടീഷൻസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഏത് 2 സെപ്പറേറ്റ് കേസ് ഞാൻ ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ഗാമ ഇസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ആണ്.
അപ്പൊ ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് ഉടനെ നോക്കിക്കൊണ്ട് പറയാം എന്താണ്, നമ്മളെ ഗാമ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. കാരണം ഗാമ എന്നുള്ളത് ആൽഫ പ്ലസ് ബീറ്റയും ആണ്, അതേപോലെ തന്നെ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ സാധനം എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഗാമ വാല്യൂ 0 എന്ന് മനസ്സിലായി. അപ്പോൾ ഇതും നമുക്ക് അവിടെ നിന്ന് കിട്ടി, ഗാമ വാല്യൂ 0 എന്ന് കിട്ടി. ഗാമ വാല്യൂ 0 ആണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായിരിക്കണം, 6 ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൽഫയും ബീറ്റയും നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ ആണ്. മോർ ഓവർ 2 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന സാധനം പ്ലസ് ഓർ മൈനസ് √3 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ പ്ലസ് ഓർ മൈനസ് √3 രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. കറസ്പോണ്ടിംഗ്ലി ബീറ്റയ്ക്കും അതിന് നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണ്. പക്ഷേ ഓപ്ഷനിലെല്ലാം പറയുന്നത് ആൽഫ √3നെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആൽഫ √3 ആയി കഴിഞ്ഞാൽ ബീറ്റ വാല്യൂ എന്താണ്, -√3 ആണ്. ഗാമ വാല്യൂ 0 ആണ്. കറസ്പോണ്ടിംഗ്ലി ടി വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നമുക്ക് പറയാലോ ടി വാല്യൂ എന്താണ്, -1 ആണ്. കാരണം ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 ആവണം, ബീറ്റ പ്ലസ് ഗാമ മൈനസ് ഇതാവണം. അപ്പോൾ അതേപോലെ ടി വാല്യൂ എന്താണ്, -1 ആവണം. ഇത്ര ഇൻഫർമേഷൻ കിട്ടി. ആൻഡ് ഇവിടെ വന്നാലോ ടി ഈസ് ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാലോ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 ആവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കിട്ടി, ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 2 ആൽഫയാണ്. അതുപോലെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 ഗാമയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 ഇല്ല കേട്ടോ, സോറി, കണ്ടീഷൻ തെറ്റാണ്. നമ്മുടെ കയ്യിൽ ടി ഈസ് ഈക്വൽ ടു 2 ആണുള്ളത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇപ്പുറത്തെ കേസായിരുന്നേ, തെറ്റിപ്പോരുത്. ടി ഈസ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് പുറമെ നമ്മുടെ കയ്യിലുള്ളത് ആൽഫ പ്ലസ് ബീറ്റ -2 ഗാമ ഇസ് ഈക്വൽ ടു 0 ഉണ്ട്. അതുപോലെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ 2 ഗാമയാണ്, ടി വാല്യൂ 2 ആണ്. അതുപോലെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ എന്താണ്, 6 ആണ്. ഇത്രയും ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓപ്ഷനിലേക്ക് പോയിട്ടില്ല, അത് മുഴുവൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം, ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇവിടെ ജസ്റ്റ് പാറ്റേൺ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലായി ടി ഈസ് ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ബീറ്റ പ്ലസ് ഗാമ 2 ആൽഫയാണ്, ആൽഫ പ്ലസ് ഗാമ 2 ബീറ്റയാണ്, ആൽഫ പ്ലസ് ബീറ്റ 2 ഗാമയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ 6 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം ആൽഫയും ബീറ്റയും ഗാമ എന്താവണം, സെയിം നമ്പേഴ്സ് ആവണം. ഓക്കെ, അപ്പോൾ സെയിം നമ്പേഴ്സ് ആണ് ഇവിടുത്തെ കേസിൽ. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമയാണ് ഇവിടുത്തെ കേസിൽ. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എന്ത് വരണം, ഇവിടെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ അത് 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 വന്നു, ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 വന്നു. അതെല്ലാം എന്തായിരിക്കണം, പ്ലസ് ഓർ മൈനസ് √2 ആയിരിക്കണം. ഓക്കെ, അഗെയിൻ അവർ പ്ലസ് ഓർ മൈനസ് √2നെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു √2 ആണ്, ബീറ്റ ഇസ് ഈക്വൽ ടു √2 ആണ്, ഗാമ ഇസ് ഈക്വൽ ടു √2 ആണ്, ആൻഡ് ടി ഇസ് ഈക്വൽ ടു 2 ആണ് ഇവിടുത്തെ ആൻസേഴ്സ്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ബേസിക്കലി നമുക്ക് രണ്ട് കേസാണ് വന്നത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 0 എന്ന കേസ്, അവിടെ ടി വാല്യൂ എന്തായി, -1. ആൽഫ പിന്നെ ടി ഇസ് ഈക്വൽ ടു 2 എന്ന കേസ് വന്നു. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 2 ആവുന്ന കേസിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, സോറി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമയാണ് വരുന്നത്. ഓക്കെ, അതും നമുക്ക് കിട്ടി. അത് അത്രേ ഉള്ളൂ അതിൽ കാര്യം, വളരെ സിമ്പിളാണ്. ആൽഫയും ബീറ്റയും ഗാമ ഇത് ജസ്റ്റ് നോക്കിക്കൊണ്ട് പറയാം. ബീറ്റ പ്ലസ് ഗാമ 2 ആൽഫ, ആൽഫ പ്ലസ് ഗാമ 2 ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ 2 ഗാമ. അപ്പോൾ ഇത് ജസ്റ്റ് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇത് രണ്ടും എടുക്കുക. ഇതെടുക്കുമ്പോൾ ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 2 ആൽഫ വരും, ആൽഫ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു 2 ബീറ്റ കിട്ടും. അപ്പോൾ ഇത് നേരെ സബ്ട്രാക്ട് ചെയ്യുക, ഗാമ പോയി ബീറ്റ മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ, ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടും. ആൽഫ ഈക്വൽ ടു ബീറ്റ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ. അപ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂസ് എന്താണ്, പ്ലസ് ഓർ മൈനസ് √2 ആണ്. മൈനസ് എടുക്കാത്ത കാരണം വെച്ചാൽ ക്വസ്റ്റ്യനിൽ അവർ പോസിറ്റീവ് വാല്യൂനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ആൽഫ √3 ആണെങ്കിൽ ഗാമ സ്ക്വയർ എന്താണ്, അപ്പോൾ ആൽഫ √3 ആവുന്ന സമയത്ത് ഗാമ സ്ക്വയർ വാല്യൂ 0 ആണ്. ആൽഫ √3 ആവുന്ന കേസിൽ ബീറ്റ പ്ലസ് ഗാമ സ്ക്വയർ, ബീറ്റ പ്ലസ് ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 ആണത്, 3 ആണ് അതിൻ്റെ വാല്യൂ. ആൽഫ √2 ആവുന്ന കേസിൽ ടി പ്ലസ് 2 എന്താ, ടി പ്ലസ് 3 എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ പി മാച്ച് ചെയ്യുന്നത് 2ലേക്ക്, ക്യൂ മാച്ച് ചെയ്യുന്നത് 1ലേക്ക്, ആർ മാച്ച് ചെയ്യുന്നത് 4ലേക്ക്, എസ് മാച്ച് ചെയ്യുന്നത് 5ലേക്ക്. എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ, കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ.